അധിക്ഷേപ പരാതിയിൽ കോടതി ജാമ്യം നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 14 ദിവസത്തെ റിമാൻഡിൽ ആണ് ഇനി ബോബി ചെമ്മണ്ണൂർ ഉണ്ടാവുക. അടുത്ത ദിവസം തന്നെ മേൽക്കോടതി അടക്കം സമീപിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ വൈദ്യപരിശോധന നടത്തിയ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈദ്യപരിശോധന നടത്തി ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആയിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയത്. ഇപ്പോൾ അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് പോലീസ് ജയിലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഡാനിയിലേക്ക്, ഡാനി ജില്ലാ ജയിലിലേക്ക് ഉടൻ തന്നെ എത്തില്ല. എന്താണ് മറ്റു വിവരങ്ങൾ? ഇവിടെ നിന്ന് പോയിട്ട് ഒരു 20 മിനിറ്റ് സമയത്തോളം എത്തുന്നു. എന്തായാലും 7 മണിക്ക് മുൻപായിട്ട് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ജയിലില് ഇവിടേക്ക് പോകാനുള്ള ഒരു ദൂരമുണ്ട്. പ്രത്യേകിച്ച് കാക്കനാട് ട്രാഫിക് മേഖലയാണ്. എങ്കിലും വളരെ ദൂരം പോലീസ് പൈലറ്റ് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെയുണ്ട്. ഇനി അവിടെയും ഇത് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും നാടകീയ രംഗങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരെല്ലാം നേരത്തെ കുറേയധികം പേരുണ്ടായിരുന്നു. പലരും പിരിഞ്ഞു പോയിരിക്കുന്നു. 1-2 പേരാണ് ഇനി അവശേഷിക്കുകയും ചെയ്യുന്നത്. അവരുടെ പ്രധാനമായ പരാതികളടക്കം മതിയായ രീതിയിലുള്ള ഒരു ചികിത്സ പരിശോധന നടത്തിയില്ല എന്നതായിരുന്നു ഇവരുടെ ഒരു പരാതിക്ക് കാരണമായിട്ട് അവർ പറയുകയും ചെയ്തത്. എന്തായാലും അവർ അതിന്റെ ഒരു പ്രതിഷേധം ഇവിടെ കാണിച്ചത് പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു അവരുടെ കാണിച്ചത്, രേഖപ്പെടുത്തുകയും ചെയ്തത്. പോലീസ് അവരെ വലിച്ചു നീക്കിയാണ്, ഈ വാഹനത്തിന് മുന്നിൽ നിന്ന് വലിച്ചു നീക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെ മുന്നോട്ട് കൊണ്ടുപോയത്, വാഹനവുമായി മുന്നോട്ട് കൊണ്ടുപോയത്. അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ചികിത്സയോ പരിശോധനയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയില്ല. ആരുടെയോ നിർദ്ദേശപ്രകാരം വളരെ തിരക്കിട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്തിനിത്ര തിടുക്കം കൂട്ടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് കഴിഞ്ഞിരിക്കുന്നു, അത്രയും രംഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് ഒരു ജനറൽ ആശുപത്രിയാണ്. നിരവധി രോഗികൾ ഇവിടേക്ക് പരിശോധനയ്ക്ക് ചികിത്സയ്ക്കുമായി എത്തുന്ന ഒരിടത്താണ് ഈ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിനകത്തേക്ക് പോലീസ് കൂടുതൽ പേരടക്കം പോലീസ് ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ പോലും സാധിച്ചത്. ഇപ്പോൾ പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുന്നുവെന്ന് അറിയുന്നു. വൈകാതെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തും. ഇതിനോടൊപ്പം തന്നെ നാളെ തന്നെ മേൽക്കോടതികളിലേക്ക് അപ്പീൽ നൽകാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ തന്നെ അത്തരം ഹർജികൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ളവർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു തിരിച്ചടി ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല എന്ന് തന്നെയാണ് ഇവരുടെ ഈ നിരാശയിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. കാരണം വലിയ ഒരു അഭിഭാഷക നിരയെ തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കീഴ്ക്കോടതികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു വാദങ്ങൾ നടക്കുമ്പോൾ അതിന് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും അതുണ്ടായില്ല. ഇപ്പോൾ 14 ദിവസത്തേക്കടക്കം റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി മുറിക്കുള്ളിൽ തന്നെ വീഴുന്നത്. എന്തായാലും അത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചികിത്സ തേടിയതിനു ശേഷം മറ്റു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുന്നു. ഇപ്പോൾ വൈകാതെ തന്നെ വാഹനം കാക്കനാടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മറ്റു ആളുകൾ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നതാണ്.